السلام عليكم ورحمة الله وبركاته. الحمد لله كفى والصلاة والسلام على نبي المصطفى وعلى آله وأصحابه أجمعين أما بعد. പിർസത്തോ സഹോദരന്മാരെ, റമദാൻ്റെ രണ്ടാമത്തെ പത്തിൽ ഞങ്ങൾ പ്രവേശിച്ച് ഇപ്പോൾ റമദാൻ പോനേലിക്ക് മുട്ടയിറ. റമദാൻ പോനേൽ ചെല്ലുമ്പോൾ ഇസ്ലാമിൽ ആർക്കും മറക്കുക സാധ്യമില്ലാത്ത പോലത്തെ ഒരു ഘട്ടന നടന്നതായ ഒരു നാൾ. ഇസ്ലാമിലെ ചരിത്രത്തിൽ വെച്ചിട്ട് അത്യന്ത പ്രസിദ്ധമായ ഒരു യുദ്ധം നടന്നു നാളേറ്റിക്കൽ റമദാൻ പോനേൽ. ബദർ യുദ്ധ അതേറ്റിക്കർ ആ വിഷയ. ബദർ യുദ്ധ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കന്മാരും ബദർക്ക് അങ്ങ് യുദ്ധാക്കുക വേണമെങ്കിൽ പുറത്തായല്ല. അബു സുഫിയാനും തണ്ടവും കച്ചവടത്തുകു യമനുക്ക് പോയിട്ട് വരുമ്പോൾ ആ സംഘത്തോ തടയണു ചെന്നിട്ട് ഒരു ടീമുറോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റെഡിയാക്കിയിരുന്നു. അയെങ്കിൽ അബു സുഫിയാനും ടീമും വേറൊരു തെരലായിട്ട് നബിയൊരു ടീമുറെ റെഡിയാക്കി ചെന്ന് കൊന്തായിട്ടാകുമ്പോൾ വേറെ തെരല് ബച്ചവൈത്ത് മക്കത്തേക്ക് എത്തിത്ത്. ഈ വിഷയത്തോ അബൂ ജഹൽക്ക് അബു സുഫിയാന് എത്തുപാട്ടി മുഹമ്മദും സംഘവും ഞങ്ങളോ കച്ചവട സംഘത്തെ തടയൊക്കെ ബന്ധറാറ് ചെന്നിട്ട് അങ്ങനെ അബൂ ജഹൽ എന്താക്കിയ വലിയ ഒരു ബൃഹത്തായ ഒരു സൈന്യത്തോ ആയിരക്കണക്കിലുള്ളതായ ആളന്മാരുള്ളോ ചൊമ്മ ഒണ്ടയും കുതിരയുമുള്ളോ വലിയ ബൃഹത്തായ ഒരു സൈന്യത്തോ റെഡിയാക്കിയിട്ട് ബദർക്ക് വർത്തായ. അബു സുഫിയാൻ ചെന്ന് പാടെ മെസ്സേജ് കടത്തിയിട്ട് ഞങ്ങൾ ബച്ചവായിട്ട് ബന്ധറാണ് എന്നെങ്കിലും അബൂജഹലിൻ്റെ അഹങ്കാര ബുട്ടില്ല. അബൂജഹലിൻ്റെ അഹങ്കാര ബുടാൻട്ട് അവನು ബദർക്ക് ಬಂದ. ನಾನು ബദർക്ക് പോയിട്ട് അവിടെ ഞങ്ങൾ അതായത് ഡാൻസ് ആക്കിയിട്ടും പെണ്ണുടെ യൂസ് ആക്കിയിട്ടും കള്ളും യൂസ് ആക്കിയിട്ടെല്ലാം ഞങ്ങൾ ആ മുഹമ്മദരെയും കൂട്ടരെയും സർവനാശാക്കിത്തേ പെരോ ബണ്ടോ ചെന്നിട്ട് തീരുമാനാക്കിയിട്ട് പോയിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തണ്ടവും ഒരു വലിയ യുദ്ധത്തിന് പുറത്തായല്ല. അത് ജസ്റ്റ് ഒരു കച്ചവട സംഘത്തെ തടയുക മാത്രമേ പോയിരും. ആയെങ്കിൽ അവിടെ സന്ദർഭോചിതമായിട്ട് അവിടെ യുദ്ധാക്കേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കന്മാരും ഉള്ള ഒട്ടുകു 313 ഖസ്റജ്മാരും ഔസും മുഹാജിരീൻ എല്ലാം സേരിത്ത്. അവിടെ ആ സന്ദർഭത്തിൽ അവിടെ അങ്ങോട്ട് ഇന്ന് കൊരിയ ആയുധങ്ങൾ കൊരിയ ഒണ്ടയും കൊരിയ കുതിരയും മാത്രമേ എത്തിക്കും. ഇത്ര വലിയൊരു സൈന്യത്തെ എതിരിടവു എങ്ങനെ പോണ്ടോ അതിൻ്റെ വിഷയത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കന്മാരൊട്ടുകു സമാലോചനാക്കിത്ത് മുഹാജിരിങ്ങളൊട്ടുകും അൻസാരിങ്ങളൊട്ടുകും മിഖ്ദാദ് റളിയല്ലാഹുവിനടുത്ത് അങ്ങലോട്ട് കേട്ടെടുത്ത് അങ്ങനെ അഭിപ്രായം കേട്ടെടുത്ത് അതേപോലെ അൻസാരിങ്ങളിലെടുത്ത് സഅദ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം കേട്ടെടുത്ത് സമാലോചന ആക്കணும் ചെല്ലത് ഒരു മാതിരിയായിട്ട് ഇത്. ഞങ്ങൾ എന്തൊരു ഒരു സ്വരം നടത്തുക പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ സമാലോചന ആക്കണം. ഒരു കുടുംബത്തിലായെങ്കിൽ കുടുംബത്തെ മെമ്പർമാരൊട്ടുകു, ഒരു ജമാഅത്തായെങ്കിൽ ജമാഅത്തിലെ സദസ്യന്മാരൊട്ടുകു, ഒരു സംഘടന ആയെങ്കിൽ സംഘടനയുടെ മെമ്പർമാരൊട്ടുകു സമാലോചന വേണു. ഒർത്തനെ അവനക്ക് വേണ്ടി പോലെ ആക്കിക്കൊണ്ട് പോകേണ്ടതല്ല. അത് ബാക്കിയുള്ളവർക്ക് അസമാധാനം ഉണ്ടാവും. അപ്പം ഇത് ബദറിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പാട്ട കിട്ടോ ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കന്മാരൊട്ടുകു ഈ നടക്കുക പോകേണ്ട യുദ്ധത്തെ വിഷയത്തിൽ സമാലോചന ആക്കിയിട്ട് അങ്ങോട്ടു സഹായിക്കേറ്റത്. അപ്പം അത് ഒന്നാമത്തെ പാട്ടാണ്. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്
നബി സല്ലല്ലാഹു അലൈഹി ವಸಲ್ಲಂ ರೊಟ್ಟಿಗೂ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅಂಗಳೊಟ್ಟು ಕೇಟಪ್ಪ ಎದುರು ಬಂದಾರು. ಎಂದ್ರ ಚಂದ ಗೊಂತುಂಡ ಮೂಸಾ ನಬಿರೊಟ್ಟಿಗೂ മൂസാ നബിയുടെ ഖൗം ബനി ഇസ്രായേൽ ചെന്ന പോലെ ഞങ്ങൾ ചെല്ലല. ഇദ്ഹബ് അന്ത റബ്ബുക ഫഖാതില, നിങ്ങയും നിങ്ങളെ റബ്ബും പോയിട്ട് യുദ്ധാക്കറു, ഞങ്ങളുടെ ദയിക്രാൻ നിങ്ങൾ റബ്ബ് പോയി യുദ്ധാക്കറു ഉണ്ടായിട്ട് ബനി ഇസ്രായേൽ ആരൊട്ട് ചെന്നരോ? ബനി ഇസ്രായേൽ മൂസാ നബിയിലൊട്ട് ചെന്നരോ? അതുപോലെ ഞങ്ങൾ ഒരിക്കലും ചെല്ല നബിയെ, നിങ്ങയും പോറു നിങ്ങളൊട്ടു ഞങ്ങയുമുള്ള നിങ്ങളെ പെറോലെയുള്ള നിങ്ങൾ ഒരു കടൽക്ക് തുള്ളനും ചെന്നാൽ നിങ്ങളെ പെറോൾ ഞങ്ങൾ തുള്ളുക റെഡിയുള്ള ഞങ്ങൾ ബനി ഇസ്രായേലിന്റെ പോലത്തെ നന്ദി കെട്ടങ്ങ് ആവല ഞങ്ങൾ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങ് ജവാബ് കൊടുത്താർ. ഏനെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുഹാജിരിങ്ങളിലെന്തും അൻസാറിലെന്തും നബിക്ക് സമാധാനമുള്ള എല്ലാ രീതിയിലെ സഹകാരത്തോ ಆನ್ಸರ್ ಗಿಟ್ಟಿಟ ಮತ್ತು ಜವಾಬ್ ಇಟ್ಟ ಮತ್ತು ನಬಿ ಯುದ್ಧಕ್ಕೆ ಬರ್ತಾವ್ರು. ಯುದ್ಧತ್ರ ಆತ್ಮ ಎಂದರು, ಯುದ್ಧತ್ರ ಆತ್ಮ അള്ളാഹുരൊട്ടുക്ക് മാത്രം ദ്വാരക്കണു. അള്ളാഹുവല്ലാത്ത ഒരു സൃഷ്ടിരൊട്ടുക്കും ദ്വാരക്കു തീരാ, ഇബാദത്തെടുക്കു തീരാ. അത് നേർച്ചാവട്ടു, തവക്കുലാവട്ടു, ദുആവട്ടു, ഏത് ഇബാദത്തായെങ്കിലും ശരി, എല്ലാ ഇബാദത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിജയത്തിന് വേണ്ടി നടന്ന യുദ്ധത്തിക്കൽ. അതല്ലാണ്ട് വേറെന്തുമല്ല. ഗഡിലെ പ്രശ്ന തീർക്കുക യുദ്ധം നടന്നതല്ല, വേറെ സമ്പത്തുക്ക് വേണ്ടി യുദ്ധം നടന്നതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വിജയിക്കണം, അത് വിന്നാവണം. ഒരു വിഭാഗത്തിൽ അള്ളാഹുരൊട്ടും ദ്വാരക്ക, അള്ളാഹു അല്ലാത്ത സൃഷ്ടിമാരൊട്ടുക്കും ഔലിയാക്കന്മാരൊട്ടുക്കും അല്ലെങ്കിൽ വിഗ്രഹത്തൊട്ടുക്കും നബിമാരൊട്ടുക്കും ഇസ്മായിൽ നബിരൊട്ടും ഇബ്രാഹിം നബിരൊട്ടുകൾ ദ്വാരക്കാണ്ട് ചെല്ലുന്നതായ ഒരു വിഭാഗം ഇത്തിക്കർ മുശ്രിക്കിങ്ങ. ഇപ്പുറത്തെ സൈഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബാക്കന്മാരും അള്ളാഹുരൊട്ടുക്കും മാത്രം ദ്വാരക്കണമുണ്ട്. ഈ മാത്രത്തിന് വിരുദ്ധത്തിക്ക്, ഈ മാത്രത്തിന് വീണത്തിക്ക് ഇത് നടന്നത് മാത്രം അള്ളാഹു മാത്രം ദ്വാരക്കണം. അള്ളാഹുരൊട്ടു മാത്രം അള്ളാഹു ഒരു സൃഷ്ടിനെയും ദ്വാല് ഇബാദത്തിൽ സേർപ്പാട്ട് പ്രശ്നമേ ഇല്ല. മാത്രം മുശ്രിക്കിങ്ങ അത് കോംപ്രമൈസ് ആയില്ല. അങ്ങനെ ചെല്ലോ അള്ളാഹും വേണം ഔലിയാക്കന്മാരും വേണം, അതായത് വിഗ്രഹം വേണം, നബിയും വേണം, അതേപോലെ ഇബ്രാഹിം നബിയും വേണം, ഇസ്മായിൽ നബിയും വേണം, ലാത്തയും വേണം, ഉസയും വേണം, എല്ലാവരും വേണം. അങ്ങോട്ടും ദ്വാരക്ക, അങ്ങോട്ടും സഹായിക്കുക, അള്ളാഹുവിനെ കേൾക്കാം. ചെല്ല വിഷയത്തി. അപ്പം ഈ രണ്ട് വിഭാഗത്ത് നടുവിലായിട്ട് യുദ്ധം നടത്തും. ഞങ്ങളുടെ ആയത്ത് നോക്കൂ, ഈ ബദ്ർ യുദ്ധം ഇണ്ടായിത്തിക്കറി ഈ നാലിലായിത്തിക്കറി ബദ്ർ യുദ്ധം, അതായത് റമദാൻ പോനെയുള്ളൂ. പ്രായത്തിൽ എന്തിനാവുന്നുണ്ടു ബദ്രിങ്ങളാണ്ട് പള്ളിയില് ഗൗജി, പള്ളിയിൽ ഭയങ്കരമായ ഫുഡ് തയ്യാറിക്കേ, വേറെ വേറെ ടൈപ്പ് വെറൈറ്റി ഫുഡുങ്ങ എന്തിനാ വേണു നിങ്ങക്ക് അവിടെ ബദ് ഈ നാളില് ഊടെ അതേ നാളിലൂടെ ഗീ റൈസും ബിരിയാണിയും തിന്നിട്ട് ഭയങ്കര ജൽസ്. ഒരു എന്തോ ഒരു അവസ്ഥ, ഒരു വിപര്യാസമായ ഒരു അവസ്ഥ ಅಂತ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ ಗೊತ್ತಾവും. അത് കഴിത്ത് ഞങ്ങ ഈ ബദറിലെന്ത് ഞങ്ങൾ പാടിക്കേണ്ട പാട്ടെന്തരോ റബ്ബുരട്ട് മാത്രം ദ്വാരക്കണം ഇബാദത്ത് എടുക്കണം ചെല്ലുന്ന വിഷയത്ത് കൈത്തിക്കറോ ഇന്ത നടന്നത്. അത് വിണ്ണയില് അല്പസംഖ്യ ആളമാറിയെന്നും അള്ളാഹു അങ്ങ് വിജയം കൊടുത്തറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരത്ത് അല്ലാഹുമ്മ അൻജിസ് മാ വഅത്തനി വആതിനി മാ വഅത്തനി. അള്ളാഹു നീ എനിക്ക് വാഗ്ദാനം ആക്കിത്ത. അള്ളാഹു ഫസ്റ്റിಗೆ വാഗ്ദാനം ആക്കിರ. രണ്ട് സംഘത്തിൽ ഒരു സംഘത്തെ നിങ്ങൾക്ക് ഞങ്ങൾ അധീനപ്പെടുത്തി തണ്ട. ഒന്നാ കച്ചവട സംഘ, അല്ലെങ്കിൽ ഈ അബൂജഹലിന്റെ കൂട്ടറുകളായ സൈന്യത്തെ സംഘ. ഒരു സംഘ ബച്ചവായി പോയിട്ട് ಇನ್ನೊಂದು ಸಂಘത്തെ അള്ളാഹു നബിക്ക് അധീനപ്പെടുത്തി കൊടുത്തു. വലിയ സൈന്യബന്ധങ്ങളും 313 ആളിന്നതായ ചെറിയ കൊച്ചു സംഘ അങ്ക് വിരുദ്ധമായിട്ട് യുദ്ധം നടന്നിട്ട് വിണ്ണായത്. അള്ളാഹു നബി അള്ളാഹുടെ ദുആർന്നു, നീനാക്കി വാഗ്ദാനത്തെ നിനക്ക് നിറവേറിച്ചു താറബേ. നീനെങ്കാലും ഈ ഒരു ചെറിയ കൊച്ചു സംഘത്തെ കൂടെ നാശായിട്ട് നഷ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഹലാക്കാക്കി വിട്ടെങ്കിൽ, ഹലാക്കായി പോയെങ്കിൽ, ഈ ബദർ നടന്നതോടുകൂടെ ഈ ചെറിയ സംഘ നാശായി പോയെങ്കിൽ നിന്റെ മാത്രം ഇബാദത്ത് എടുക്കുന്ന ഈ ഭൂമിയിൽ പിന്നെ ആറ് ബാക്കിക്കല്ല റബ്ബേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിക്കും സഹാബാക്കന്മാർ വിജയം കൊടുത്ത.
കാബറെ കില്ല പിടിച്ചിട്ട് കാബറിൽ നിന്ന് പുറത്തായി വരുമ്പോ അബൂജഹലും തുടങ്ങിയ ദുആ, അല്ലെങ്കിൽ അബൂജഹലും ദുആ ഇരുന്നറാ. എന്തൊരു ദുആ ഇരുന്ന? അല്ലാഹു മുൻസുർ അലൽ ജുൻദൈൻ, ഈ രണ്ട് സൈന്യത്തിൽ ഉന്നതമായ സൈന്യത്തിന് നീ സഹായാക്ക് റബ്ബേ. ദുആ ഇരുന്നറാരട്ടു ലാത്തരൊട്ടുകല്ല ഉസ്സരൊട്ടുകല്ല അല്ലാഹുരൊട്ടു. ഈ രണ്ട് സൈന്യത്തില്, ഈ രണ്ട് ഗോത്രത്തില്, ഈ രണ്ട് വിഭാഗത്തില്, നല്ല വിഭാഗത്തില്, നല്ല ഗോത്രത്തില് നീന് സഹായാക്ക് റബ്ബേ ചെന്ന് റബ്ബിനോട്ട് ദ്വാരെന്ന് പറത്തയ്യ. മാത്ര റബ്ബിനോട്ട് മാത്രല്ല, അവനും അള്ളാഹും വേണം അള്ളാഹു അല്ലാത്തവയും വേണുള്ള ആ വിശ്വാസം കൊണ്ട് അവന് മുഷ്രിക്കായിരോ. ഖുർആൻ ഞങ്ങളെ കാഫിറുണ്ടായി ചെന്നറോ. മുസ്ലിം ഉണ്ടല്ല അതേ ടൈപ്പിലോ. ഇന്നത്തെ കാലത്തിൽ ആരെങ്കിലും അങ്ങനത്തെ ആചരണെ അങ്ങനത്തെ വിശ്വാസം വയ്ക്കണമെങ്കിൽ അങ്ങനെ കാറ്റഗറി ഏതിലേട്ട് ഖുർആൻ കൊണ്ടൊത്ത് മനസ്സിലാക്കിയത് ഞങ്ങൾ ചെല്ലില്ല. അത് കഴിത്ത് അള്ളാഹുരൊട്ടു മാത്രം ദ്വാരക്കണോ, അള്ളാഹുരൊട്ടു മാത്രം ഇബാദത്ത് എടുക്കണം ചെല്ലതായ ആശയത്തോ ഐത്തിക്കണമെങ്കിൽ ആ ബദ്ർ യുദ്ധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധ്യമാണ്. അപ്പം ഈ ബദ്രിന്റെ പാട്ട ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് സംകഷ്ട വരട്ട്, ഏത് മുഷ്കിൽ വരട്ട്, ഞങ്ങളെ വിശ്വാസം കറക്റ്റുണ്ടാ, ഞങ്ങൾ ഈമാൻ കറക്റ്റുണ്ടാ, ഞങ്ങൾ അമലസ്വാലിയാത്ത് കറക്റ്റുണ്ടാ, ദീനിൽ ഞങ്ങൾ അടിമറിച്ചിട്ടുള്ളാനാ, എന്ത് സംകഷ്ട ബന്ധങ്ങളും അള്ളാഹുവിന്റെ സഹായമുണ്ട്. ബദറിലെ സഹായം വന്ന പോലെ. അതുകൊണ്ട് റബ്ബിനോട് തവക്കുലാക്കറു. ഔലിയാക്കന്മാരൊട്ട് വേണ്ട ബദ്രീങ്ങളെ വിളിച്ച് ദ്വാരക്കണ്ട. ബദ്രീങ്ങളിൽ വെച്ചതായ ഒരു മഹാനായ വ്യക്തി അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അയാൾ പ്ലേഗ് രോഗം ബാധിച്ച് മരണപ്പെട്ടു പോയി. അയാൾക്ക് രോഗമുണ്ടെന്ന് അയാൾ തടയുകയില്ല, പിന്നെ ഞങ്ങളെ രോഗി അങ്ങനെ തടയുകയല്ലേ? അങ്ങനെ ബദ്രീങ്ങളിൽ ഒരു 14 ആളന്മാർ ഷഹീദായോ. മുശ്രിക്കീങ്ങളിൽ വലിയ സംഖ്യത്തിൽ മരണപ്പെട്ടു പോയാർ. ലാസ്റ്റ് പൊട്ടക്കിണത്തിൽ ആ അബൂജഹലും അവൻ്റെ കൂട്ടാളിമാർ വലിയ വലിയ ലീഡർമാർ മരണപ്പെട്ടു പോയാർ. സംഘവലി ഉണ്ടായിട്ട് ഫായതില്ല, ജനബലം ഉണ്ടായിട്ട് ഫായതില്ല. ഈമാൻ കെട്ടി വേണു. ഈമാൻ സ്ട്രോങ് ഉണ്ടാ ആരേതുള്ളക്ക് അല്ലാഹുവേ സഹായ ബറു. ചിലരുടെ പാട്ട ഞങ്ങൾ ബദ്രിൽ നിന്ന് പഠിച്ചിട്ട് ഫ്യൂച്ചറിൽ ഞങ്ങൾ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാം. തൗഹീദ് ഇല്ലാത്ത തൗഹീദിക്ക് ബറു, സുന്നത്തിക്ക് ബറു, ഞങ്ങൾക്ക് പരലോകത്തിൽ വിജയി കിട്ടു. അള്ളാഹു അങ്ങനത്തതായ മുത്തക്കിമാരട്ടു ഞങ്ങളെ സേർപ്പാടി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Share this video and earn great rewards from Allah. May this Ramadan bring you endless blessings and mercy.